യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായുധൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണുന്നോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോർക്കവനര കിട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റുക്കുദിശ പാറകലിത്ത ഉടയുന്നോരോ മുടി ഹാലേലൂയ ചൂടും മകുടത്തിൽ ജലനിധിയും നിബിയോനായേ വീണ്ടവനെ ദുരിതമഹാജലനിധിയതിനിൻ അണിയാരെ വീണ്ടീടേണം. ചുങ്കക്കാരുടെ പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ള അത് കഴിഞ്ഞില്ല സക്കായി പൊക്കൾ കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് കടന്ന് കാട്ടത്തിന്മേൽ കയറി അതിലെയായിരുന്നു പോകേണ്ടിയിരുന്നത്. ആ സത്യത്തിൽ ഇപ്പോൾ യേശു അവനെ കണ്ടിട്ട്
സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ടുവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട് കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്കായിട്ട് കൊടുക്കുന്നു. ഏതിനും ഞാൻ അപഹരിച്ചിട്ടുള്ളതിന് 1/4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു തമ്പുരാനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനായതുകൊണ്ട് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ രക്ഷിപ്പാനുമായി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന് കൽപ്പിച്ചവരുടെ ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജയിപ്പിക്കുന്നു. ജീവനുണ്ടാകുന്നു വിശുദ്ധ ശ്രീപാടെ അടയാളത്താൽ ഈ ഭവനം അനുഗ്രഹിക്കോടെ പാകപ്പെടുന്നു. ആകാശത്തെയും ഭൂമിയും സൃജകർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹരായി തീരട്ടെ. ഭവനശുദ്ധിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ബഹുപരിഹാരം നൽകുമാറാകട്ടെ. പിതാമുതന്ന പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനങ്ങളുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനവും ഭാഗെ അംഗീകാരയോഗ്യമായ തീരണമേ. ാത്മാക്കളിലൻപുണ്ടാകേണം ഗൂഢം വീട്ടിൽ പ്രാർത്ഥിപ്പതിനാലുടയോരീഷ്ടം ശബ്ദത്താലല്ലാതൊരു ഭാഗ്യം ധർമ്മിഷ്ഠന്മാർ സൗമ്യം മോശ പ്രാർത്ഥന മൂലം ഭാഗിച്ചാഴിക്കൂട്ടം നീങ്ങി ദുഷ്ടൻ ഫറവോൻ മുങ്ങിപ്പോയി. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശൻ ആദ്രത തോന്നി പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി ചൂളത്തുള്ളിൽ ഹാരണിയന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തീക്കുന്തത്തിനാവരെ ദൈവം സംരക്ഷിച്ചു. നിര്യാണം ന്യായത്തിൻ പീഠം നരകം മൂന്നും ഭീതിടും കർത്താവേ എന്നുള്ളത്തിൽ. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി ഞാൻ ആദ്യമേ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചു വന്നതുമായ 12 വൈദികരുടെ ഒരു നേർച്ച
നേർച്ചയുടെ റാണിയായിട്ടുള്ള പ്രധാനപ്പെട്ട 12 പട്ടക്കാരുടെ നേർച്ച നടത്തുവാനും ഇന്നെൻ്റെ കൊച്ചുമോൻ്റെ ജന്മദിവസമായതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ തിരുമേനിയോടുകൂടെ ആഘോഷിക്കുവാനും തക്കവണ്ണമാണ് ഇന്ന് ക്രമീകരണം. ശ്രേഷ്ഠ ഭാവിയെ ഒരു വാക്കിൽ ഞാൻ സ്മരിക്കുകയാണ്. തിരുമേനി അപ്പച്ച എന്ന് വിളിച്ച് ഞങ്ങൾ ശീലിപ്പിച്ച ഞങ്ങളുടെ ഭാവിയായപ്പോൾ ഈ കുടുംബത്തോടും ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഭാവിയാണ് അനുഗ്രഹിച്ച് ആ കാര്യങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഭാവിയുടെ വാർദ്ധക്യ സഹജമായ വാർദ്ധക്യത്തിൽ ഭാവിയെ കാണുകയും അത്തരങ്ങൾ ചുംബിക്കുകയും ചെയ്യുന്നു. അതിന് പകരക്കാരനായി നമ്മുടെ ഭദ്രനാഥ് ഇന്നേ ദിവസം ജനകാപ്പെരുന്നാളിൻ്റെ ദിവസം അങ്ങനെ ഈ ക്രമീകരണം ചെയ്തിരിക്കുകയായിരുന്നു ചെയ്തത്. ഇതിലേക്ക് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നേർച്ചയുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ദൈവത്തോടുള്ള നന്ദിയാണ്. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അത്ഭുതകരമായി ദൈവം നടത്തിയ ആ ദൈവത്തോടുള്ളതായ നന്ദിയാണ്. ഈ സമയത്തിവിടെ വന്നിരിക്കുന്ന അനുഗ്രഹീത ദിനസംഭവം ഇന്നിങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു ഡേറ്റ് ക്രമീകരിച്ചതാണ്. അന്ന് കൊറോണയുടെ കാര്യങ്ങളും കൊണ്ടുകൊണ്ട് നടക്കാതെ വന്നു. സുവിശേഷ വേലയിൽ സജീവമായിട്ട് സഭയിൽ നിലനിൽക്കുന്ന പുരോഹിതനാണ്. ശ്രേഷ്ഠ ബാവായിക്ക് വളരെ താല്പര്യമുള്ള പട്ടക്കാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഇപ്പോൾ അച്ഛൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ ചുമതലയിലും പ്രത്യേകിച്ച് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുമതലയിലും കൂടെ നിൽക്കുന്ന ഇടവ ശുശ്രൂഷ കൂടാതെ തന്നെ ഇന്ന് 2-3 കാര്യങ്ങളൊന്ന്. അച്ഛന് 70 വയസ്സ് പൂർത്തിയായ ദിവസമാണ്. കൊച്ചിൻ്റെ 3ാമത്തെ ബർത്ത്ഡേയാണ്. അതോടൊപ്പം തന്നെ 12 പട്ടക്കാരുടെ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവം ഈ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭാപിതാവായ സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പൗരോഹിത്യത്തെക്കുറിച്ച് ഒരു പുസ്തകം 6ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ രചനയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പുരോഹിതന്മാർക്ക് മാലാഖമാർക്കില്ലാത്തതായ 2 ശ്രേഷ്ഠതകളുണ്ട്. മാലാഖമാര് പുരോഹിതന്മാരെക്കായി ഉയർന്നിൽക്കുന്നുവെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത 2 കാര്യം. ഒന്ന്, ഭൂമിയിൽ പാപം മോചിക്കുവാൻ ഉള്ള അധികാരം പുരോഹിതന്മാർക്കേ ഉള്ളൂ, അത് മാലാഖമാർക്കില്ല. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് കൊടുത്തതായ ആ താക്കോൽ അതിൻ്റെ പങ്കാളികളായി തീരുകയാണ് ഓരോ പുരോഹിതന്മാരും. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ താക്കോൽ ഏന്തുന്നവനാം പട്ടക്കാര വന്നിടുക സമാധാനത്താലെ. നമ്മൾ പട്ടക്കാരെ ബഹുമാനിക്കുന്നത് അവർ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏന്തുന്നവരായതുകൊണ്ടാണ്. പട്ടക്കാരുള്ള സമൂഹത്തോട് നാം ചേർന്ന് നിൽക്കുന്നത്, പട്ടക്കാരുള്ള കൂട്ടായ്മയോട് നാം ചേർന്ന് നിൽക്കുന്നു. നാം സഭയിൽ നിലനിൽക്കുന്നത് പട്ടക്കാരുള്ളതുകൊണ്ടാണ്. എന്തെന്നാൽ ഭൂമിയിൽ പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമുള്ള അധികാരം നൽകപ്പെട്ടതും ലഭിച്ചതും പട്ടക്കാരാണ്. 2ാമത്തെ പ്രത്യേകത അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആഘോഷിക്കുവാനും അത് കൊണ്ടാടുവാനുള്ള അധികാരം മാലാഖമാർക്കില്ല, ലഭിച്ചിട്ടില്ല, അത് പുരോഹിതന്മാർക്കാണ്. അതിനുള്ള സാധ്യതകൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായി ഭരമേൽപ്പിച്ചതായ ആ മെമ്മറി, ആ ഓർമ്മ നിലനിർത്തുന്ന തിരുശരീര രക്തങ്ങളുടെ അനുഭവം നിലനിർത്തുന്നത് പട്ടക്കാരുള്ളതുകൊണ്ടാണ്. പട്ടക്കാർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് സഭ പൂർണ്ണമായി തീരുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എത്രയോ ഉന്നതമായ സ്ഥാനമാണ് നമ്മുടെ സഭയിൽ പട്ടക്കാർക്കുള്ളത്. ഒരു ദേശത്ത് ഒരു പട്ടക്കാരനുള്ളത് ആ ദേശത്തെ അനുഗ്രഹമാണ്. പഴയ കാലങ്ങളിൽ പട്ടക്കാർ പള്ളിയിലെ കാര്യങ്ങൾ മാത്രമല്ല, ആ ദേശത്തെ എല്ലാ കാര്യങ്ങളിലും സാംസ്കാരികവുമായ എല്ലാ കാര്യങ്ങളിലും വികസനത്തിലൊക്കെയും ഇടപെടുന്നവരായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വാലേരച്ഛനെ 70 വർഷം ദൈവം കരുതിയോർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കുറേ നാൾ മുമ്പ് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇടവ പട്ടക്കാരന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്.
നമ്മുടെ പട്ടക്കാർക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഒരു വലിയ കടമാണ് നമ്മുടെ പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ചോദ്യം നമ്മളെല്ലാവരോടും ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഇടവക പട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുവോ? വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും അത് വിസ്മരിച്ച് പോകാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളാലാണ് അവർ ശക്തിപ്പെടുന്നത്, നമ്മുടെ പ്രാർത്ഥനകളാണ് അവർ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനും കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ മേഖലയുടെ ചുമതല എടുത്ത ശേഷം എൻ്റെ സുവിശേഷപരമായ എല്ലാ മീറ്റിങ്ങിലും യോഗങ്ങളിലും അതിൻ്റെ ഭവനത്തെയും അച്ഛൻ്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടും കൂടെയാണ് അച്ഛൻ പെരുമാറാണ്. Happy birthday to you. 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 To you. ജോൺകുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേയില് ഞങ്ങളുടെ പിതാവ് നമ്മുടെ തിരുമനസ്സുകൊണ്ട് ആശീർവദിച്ച് ജന്മദിവസത്തെ കേക്ക് മുറിച്ച് നൽകി. വളരെ സന്തോഷവും നന്ദിയും എല്ലാം തിരുമേനിയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഭക്ഷണത്തിന്റെ സമയമാകുന്നു. ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം നമുക്ക് ചെയ്യാം. ഭക്ഷണത്തിന് മുമ്പ് കർത്താവെ, കൃപയാൽ ഭക്ഷിപ്പാനും പാലം ചെയ്യുവാനും തന്ന ആഹാരത്തെയും അവിടുത്തെ കരുണയോർ നിന്നെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളലമൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം
തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി